കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വാർത്തയാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം. ഇന്നലെ രാത്രി വൈകിയാണ് പ്രതി പോലീസിന്റെ പിടിയിലായതും മറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നെന്മാറ ഇരട്ടക്കൊല ആസൂത്രിതമാണെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചെന്താമര പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്ന് പാലക്കാട് SP അറിയിച്ചു. ചെന്താമരയുടെ സാന്നിധ്യത്തിൽ നെന്മാറ ഇരട്ടക്കൊലപാതകം പുനരാവിഷ്കരിക്കും. വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. വിഷം കഴിച്ചെന്ന് പറഞ്ഞത് പോലീസ് തെറ്റിദ്ധരിപ്പിക്കാനാണ്. മുഴുവൻ കാര്യങ്ങളും ചെന്താമര വെളിപ്പെടുത്തിയിട്ടില്ല. ചെന്താമര ഒളിവിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിരുന്നുവെന്നും SP വ്യക്തമാക്കി. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. ഇങ്ങോട്ടാണ് വന്നത്. ഈ ഓൾറെഡി ഈ എൻമിറ്റിയുടെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു നന്നായിട്ട് വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റിയുടെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ. സോ ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു. പക്ഷേ ഇന്നത്തെ വൈദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ? കാരണം ഒരു വിഷക്കുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു 100% എന്തെങ്കിലും അസുഖം വരും. പക്ഷെ അങ്ങനെ ഒരു ലക്ഷണം ഒന്നുമില്ല. വൈദ്യ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല. സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും. നമുക്ക് ക്രൈം സീൻ ഇപ്പോൾ നമുക്ക് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ്. സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാം ഇപ്പോൾ പോകുന്നത്. മോട്ടീവ് ഒരു പരസ്പരം ഇത് കുറേ കാലത്ത് ലൈക്ക് ഒരു ഫസ്റ്റ് മർഡർ ഉണ്ടായിരുന്നു 2019. സോ ആ സമയം മുതൽ ഈ പരസ്പരം ഒരു വൈരാഗ്യമാണ്. രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ്. ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത്. She has left him. So his belief is that his wife has left him because of the other family. മറ്റ് കുടുംബത്തിന്റെ ഇടപാടായതുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടുപോയത്. സോ ദാറ്റ് ഈസ് ദ എൻമിറ്റി. ആ ഒരു എൻമിറ്റിന്റെ ആംഗിൾ ആണ് ഇയാൾക്ക് ഉള്ളത്. ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. He is feeling that he is a tiger. So അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു he will be considering us down. So ആ ഫീലിംഗ് കൂടിയാണ്. പ്ലാനിങ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഇയാൾക്ക് നല്ല പ്ലാനിങ് ആണ്. എല്ലാം കാര്യത്തിൽ നല്ല പ്ലാനിങ് ആളാണ്. അതായത് മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകങ്ങൾ തന്നെയാണ് എന്നാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭാര്യയടക്കം 3 പേരെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് ചെന്താമരയുടെ മൊഴി. സുധാകരൻ സ്കൂട്ടറിൽ തന്നെ ഇടിക്കാനെത്തിയപ്പോഴാണ് വെട്ടിയത്. തെറി പറഞ്ഞു. ഓടി അടുത്തേക്ക് എത്തിയതുകൊണ്ടാണ് ലക്ഷ്മിയെ വെട്ടിയതെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമര വിശന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടിയത്. വിശന്നിരുന്ന പ്രതി ഇന്നലെ ചിക്കനും ചോറും പോലീസിനോട് ആവശ്യപ്പെട്ടു. ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇനിയും പ്രതീക്ഷയുണ്ട്. ഇനി അയാളെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണത്. എന്നാലല്ലേ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ നാട്ടിനാണെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി അയാൾ കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രതിയെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് പരമാവധി വിവരങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോദും ഐഷത്തുൽ ഷംനയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അനുമോദ്, ഇതിപ്പോൾ ഇയാളുടെ മോട്ടീവ് അത് ഇയാളൊരു നമുക്കറിയാം ഒരു ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇയാൾക്ക് പല വിധത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഒരു സൈക്കിക് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇയാൾ പറയുന്നതൊന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്താണ് ഇയാളുടെ ലക്ഷ്യം എന്ന കാര്യത്തിലും ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടല്ലോ. കാരണം ഇങ്ങനെ നിരന്തരം കൊലപാതകങ്ങൾക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും മാനസിക നിലയുള്ള ആളാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 10-12-15 മണിക്കൂറായി ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് നമുക്കുമൊക്കെ മനസ്സിലാകുന്നത്?
രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾ ചെയ്ത ഈ അതിക്രൂരമായ ഇരട്ട കൊലപാതകം അത് ഒരു തരത്തിലും നിയമത്തിൻ്റെ ഒരു പഴുതിലൂടെയും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിന് മുൻപിലുള്ളത്. അതായത് ഇയാൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. നേരത്തെ ഇയാളൊരു കൊലക്കേസിൽ പ്രതിയായിരുന്നു, അതിനുശേഷം അയാൾ ജയിലിലായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് കുറ്റകൃത്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണ ഇയാൾക്കുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടാക്കുന്ന തരത്തിൽ അയാൾ പെരുമാറുന്നുണ്ട്. ഇയാളുടെ പല മൊഴിയും വിശ്വസിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉദാഹരിച്ച് പറയാൻ കഴിയും. ഒന്ന്, ആ വിഷം കഴിച്ചതിനെക്കുറിച്ച് അത് പോലീസിന് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. വിഷം താൻ കുടിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞ ഇയാൾ പക്ഷേ പരിശോധനയിൽ വിഷം കഴിച്ചതായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് തെറ്റായ ഒരു മൊഴിയായിരുന്നു. അതുപോലെ തന്നെ ഇയാൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മൊഴിയാണ് സുധാകരൻ സ്കൂട്ടറിൽ വന്ന് തന്നെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു, തുടർന്ന് ആണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായത്. ലക്ഷ്മി തെറി വിളിച്ച് ഓടി വന്നപ്പോഴാണ് വിട്ടത്. അതായത് തനിക്ക് നേരെ ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ താൻ പ്രതികരിച്ചതാണ്, ഈ ഒരു കൃത്യം ചെയ്തതാണ് എന്ന മട്ടിലുള്ള ഇയാളുടെ മൊഴി അത് ഈ ഒരു കേസിലെ ആസൂത്രിതമായ കൊലപാതകം എന്ന വകുപ്പിലേക്ക് അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പ്രതിയുടെ മൊഴി കൊണ്ട് സാധിക്കുമോ എന്നാണ് അയാൾ ശ്രമിക്കുന്നത്. കാരണം ആസൂത്രിതമായ കൊലപാതകവും യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് പൊടുന്നനയുടെ പ്രകോപനം ഉണ്ടാക്കുന്ന കൊലപാതകവും രണ്ടും രണ്ട് തന്നെയാണ് കോടതിക്ക് മുമ്പിലെത്തുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ മൊഴിയിൽ സൃഷ്ടിച്ചുകൊണ്ട് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഇപ്പോൾ പ്രതി ചെയ്യുന്നത്. പ്രതിയുടെ മൊഴിയിലും അതേപോലെ പെരുമാറ്റത്തിലുമൊക്കെ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇതുവരെയും ചോദ്യം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇയാൾക്കൊരു മനസ്താപം ഇയാൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. പകരം അയാൾ സന്തുഷ്ടനാണ് എന്നാണ് SP തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കുറ്റബോധമല്ല, മറിച്ച് കൃത്യമായ താൻ ഉദ്ദേശിച്ചൊരു കാര്യം നിർവഹിച്ച ഒരു മൈൻഡ് സെറ്റാണ് ഈ പ്രതിക്ക് ഇപ്പോഴുള്ളത്. ഇപ്പോൾ പ്രതി ചെയ്യുന്നത് തനിക്കെതിരെ ചുമത്തുന്ന കുറ്റകൃത്യങ്ങളുടെ അത് എത്രമാത്രം ഗുരുതര വകുപ്പിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിവുണ്ടായിരിക്കും. അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി അതിൽ ചില മാറ്റം, ഒരു മാനസിക രോഗിയാണെന്ന തരത്തിലുള്ള ചിത്രീകരണം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയാണ്, അത്തരത്തിലൊരു വകുപ്പാണ് ഇവിടെ ചുമത്തുന്നതെങ്കിൽ അത് പഴുതാക്കി രക്ഷപ്പെടാനുള്ള സാധ്യതയും ഇയാളെ തേടുമെന്നാണ് കരുതുന്നത്. അപ്പോൾ സാധ്യമായ എല്ലാ തരത്തിലും അയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും മൊഴി മാറ്റി നൽകി വട്ടം കറക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ഇയാളുടെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് ഈ രണ്ട് കൊലപാതകമെന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അയാൾ ഈ വെട്ടുകത്തി കൊടുവാൾ വാങ്ങിയതും അതിന് പിടിവെപ്പിച്ചതും തുടർന്ന് അതിൻ്റെ സന്നാഹങ്ങൾ ഒരുക്കിയതും ഒക്കെ പോലീസ് എണ്ണമിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. എത്രമാത്രം ആസൂത്രിതമായ കൊലപാതകമാണ് ഇയാൾ ചെയ്തത്, അതിന് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, തുടർന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, തനിക്ക് ഏറ്റവും അറിയാവുന്ന സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരിടം അയാൾ ഒളിവിന് വേണ്ടി തിരഞ്ഞെടുത്തതും അവിടെ നിന്ന് പോലീസിനെ നിരീക്ഷിച്ചിരുന്നതും അതൊക്കെ തന്നെ പോലീസ് കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട്. SP പറഞ്ഞാലൊരു വാക്ക് നമ്മൾ എടുത്തു പറയുകയാണ്, ഹീസ് ലൈക്ക് എ ടൈഗർ എന്നാണ് പറയുന്നത്. അതായത് ഒരു കടുവയെ പോലെ അത്രയും ശ്രദ്ധയോടെയാണ് ഇയാൾ കൃത്യം ചെയ്തത്. അതായത് ആസൂത്രണത്തിൽ ഒരു ഇരയെ കടുവ പിടിക്കാൻ കാണിക്കുമ്പോൾ ഉള്ള ശ്രദ്ധ, അത്രമാത്രം ശ്രദ്ധയോടെ അയാൾ കൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം ആസൂത്രിതമായൊരു കുറ്റകൃത്യമാണ് എന്ന് പോലീസ് സ്ഥാപിക്കുകയാണ് ആ ഒരു പ്രയോഗത്തിലൂടെ. അപ്പോൾ അത്രയും ഹീനമായൊരു കൃത്യം ചെയ്തയാളെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ നൽകി ഇയാളെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇപ്പോഴത്തെ ശ്രമം. എന്താണെങ്കിലും 4 മണിക്ക് ശേഷമാകും ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 4:30 ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഷംന, ഇന്നലെ രാത്രി വൈകിയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ആ സമയം മുതൽ തന്നെ നമുക്കറിയാം, വിശപ്പ് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങാൻ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സാഹചര്യമൊക്കെയാണ്. അധിക കാലം ഇയാൾക്ക് അകത്തിരുന്ന് ഒളിച്ചിരിക്കാൻ കഴിയില്ല. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ പോലീസും നാട്ടുകാരും ചേർന്ന് സൃഷ്ടിച്ചിരുന്നു. ഈ സ്റ്റേഷനിലും പോലീസിനോടുമൊക്കെ ഇയാളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു, സ്വഭാവ രീതി എങ്ങനെയായിരുന്നു? ഈ യാതൊരു കൂസലും ഇല്ലാതെയാണ് ഇയാൾ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ കുടുംബാംഗങ്ങളുടെ പ്രതികരണവും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവരൊക്കെ വലിയ സങ്കടത്തോടെയാണെങ്കിലും ആശ്വാസത്തിലാണ്. ഒരുപക്ഷെ നാട്ടുകാർക്കും ഈ ആശ്വാസം ഉണ്ടാകാം ഇയാൾ പിടിയിലായതുമായി ബന്ധപ്പെട്ട്. ഇനിയും കൊലപാതകങ്ങൾ നടത്താൻ കരുതിക്കൂട്ടിയുള്ള പല നീക്കങ്ങളും ഇയാൾ നടത്തിയ പശ്ചാത്തലത്തിൽ കൂടി എന്താണ് ഇയാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള പൊതുവെയുള്ള പ്രതികരണം? തന്നെ വലിയ
വിശ്വാസത്തിലാണ് നാട്ടിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറങ്ങിയതിനു ശേഷം ഓരോ ദിവസവും വളരെ പേടിയോടുകൂടി സ്വന്തം വീട്ടിൽ കഴിയാൻ പോലും ഈ നാട്ടുകാർക്ക് പേടിയായിരുന്നു. കാരണം ഈ പ്രതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈക്കോ സ്വഭാവമുള്ള ആരാണ്. നിരവധി ആൾക്കാർ സമീപവാസികൾക്ക് നേരെയൊക്കെ വധഭീഷണി മുഴക്കിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ കഴിയാൻ പോലും നാട്ടുകാർക്ക് ഭയന്ന് കഴിയേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പ്രതി ഇന്നലെ രാത്രിയോടുകൂടി പിടികൂടിയതിനു ശേഷം വലിയ ആശ്വാസമുണ്ട്. പക്ഷേ ഇനി പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ അത് ഏത് തരത്തിലായിരിക്കും? ഈ പ്രതി ഒരിക്കലും ജയിലിൽ വെച്ച് ഇറങ്ങാതെ അല്ലെങ്കിൽ ഇനി ജാമ്യം പോലും ഇനി ഈ പ്രതിക്ക് കൊടുക്കാതെ അങ്ങനെ മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതല്ലെങ്കിൽ വധശിക്ഷ അടക്കം പ്രതിക്ക് നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും നമ്മളിപ്പോ ഇവിടെ ഈ പ്രതിയെ പിടിച്ചു എന്തായാലും ആശ്വാസമുള്ള പക്ഷേ മോളെ ഇനിയും വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രദേശം ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് ഭയം തന്നെയാണ്. തൊട്ട് താമസിക്കുന്നവർക്ക് നല്ലയേറെ ഭയമുണ്ട്. അവനെ കൊല്ലാൻ വിധിക്ക് തന്നെ വേണം. അവനെ ഇനി വിടരുത്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവനെ വിടരുത്. അവൻ അങ്ങനെയുള്ള ഒരു എന്താണ് പറയുക, ക്രിമിനൽ ഉള്ള ആളാണ്. അതുകൊണ്ട് അവനെ ഇനി വിടാൻ പാടില്ല. ഈ കൊല്ലപ്പെട്ട സുധാകരനെയും കുടുംബത്തിനൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്നവരാണ്. അവരൊരു പാവങ്ങളാണ്. സുധാകരൻ പറയുന്ന ആൾ ഒരു പാവം, ലക്ഷ്മി അമ്മ പറയുന്നത് ഒരു പാവം പിടിച്ച അമ്മയാണ്. ഇവൻ്റെ ആരോഗ്യം അവരിനോടല്ല കാണിക്കേണ്ടത്, ചതിയിലല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറുപ്പക്കാരൻ കുട്ടികളുണ്ട്. ഇവൻ്റെ ക്രൂരത സഭയിൽ വെച്ച് ചെയ്താണെങ്കിൽ അവന് ജീവൻ ഉണ്ടാവില്ല. ഒന്നിനും പറ്റാത്ത അവരോടല്ലേ ഇവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവനെ തൂക്കിക്കൊല്ലാൻ ഗവൺമെൻറ് വിധിക്ക് തന്നെ സുപ്രീം കോടതി വിധി വരെ തന്നെ വേണം. 1 മാസം പോലും അവനെ ഇളവ് കൊടുക്കാൻ പാടില്ല. ആഹാരം കൊടുത്തിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും അവനെ ആഹാരം കൊടുത്തിട്ട് ഇരുത്താൻ പാടില്ല. അവനെ തൂക്കിക്കൊല്ലാൻ ആ കുട്ടികളെല്ലാം ഓർത്തിട്ട് തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണം. അതാണ് വേണ്ടത്. രഞ്ജിത്, അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള ഇളവും ഈ പ്രതിക്ക് നൽകരുതെന്ന് തന്നെയാണ് നാട്ടുകാരുടെ കുടുംബത്തിന്റെ ആവശ്യം. പ്രതി നേരത്തെ ഈ ജോത്സ്യത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ കൂടോത്രത്തിൽ വിശ്വസിച്ച് അത്തരമൊരു അന്ധവിശ്വാസത്തിലാണ് ഈ സജിനെ അങ്ങനെയായിരുന്നു മുമ്പ്. ഇയാൾക്ക് ഇത്ര അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഈ അന്ധവിശ്വാസം ഉള്ള കാരണമാണ് ഈ ലെവല് വരെ എത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നടന്നു. ഇതിന് ശേഷം ഈ നടന്നില്ല. ഇപ്പം ഈ നടന്നു പറഞ്ഞാൽ ഈ ജാമ്യം ഇറങ്ങി വന്നു, ഈ 5 കൊല്ലം ഉള്ളിൽ കടന്നു വന്നു. തിരിച്ചു വരാം ഷംനയിലേക്ക് തിരിച്ചു വരാം. ഷംന, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പോലീസിനും പ്രതിക്കും ഒരേ മനസ്സെന്നാണ് ചെന്താമരയിൽ നിന്നും വധഭീഷണി നേരിട്ടിരുന്ന പുഷ്പയുടെ പ്രതികരണം. പലതവണ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. പോലീസിൽ വിശ്വാസമില്ലെന്നും പുഷ്പ വീണ്ടും പറയുകയാണ്. തക്കതായ ശിക്ഷ നൽകണമെന്ന് പുഷ്പയുടെ അമ്മയും പ്രതികരിക്കുകയുണ്ടായി. ഇയാളിനെയും കാട്ടിയുമായിട്ട് പോലീസുകാർക്കുമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത്. എല്ലാം ഞാൻ കണ്ടു എന്നാണ് ഇപ്പൊ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ കണ്ടു. ഇതിന്റെ എല്ലാം കണ്ടുകിട്ടാൻ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ല കഴിഞ്ഞ് ആ സൈച്ചേച്ചിനെ കൊന്നപ്പോഴതാണ്. അയാൾക്ക് അയാൾക്ക് പറയാം, അയാളുടെ ഇവർക്ക് പറയാ. അതുപോലെയാണ് ഇവരിപ്പോ നടത്തിവിറ്റ് വന്നത്. അപ്പൊ ഞങ്ങൾ ഈ 3 പ്രാവശ്യം പോയി പരാതി കൊടുത്തപ്പോഴും ആ പിള്ളേർ വന്ന് പരാതി ഒരു പ്രതികരണം. അപ്പൊ അയാൾക്കല്ലേ കൂട്ടു നിന്നിട്ടുള്ളൂ ഇവര്. ഞങ്ങക്ക് ചട്ടമുണ്ട്, നിയമമുണ്ട്. എന്ത് നിയമമാ പറയുന്നത്? ഒരു മനുഷ്യന്മാരുടെ ആത്മാവ് പോയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ വന്ന് നായികത്ത് ഒരു നേരം വന്ന് 2 നേരം ശരി, അയാൾ എന്ത് ചെയ്യണം? എന്തായാലും ഒരു കൊലയാളിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ വരുന്നത്. അവർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു നേരം വന്ന് നോക്കിയതാണ് ഇപ്പൊ ഈ കൊല നടക്കൂ. എന്താ കൊലയും ഒന്നും നടക്കണില്ല ലോകത്തൊന്നും പറയും. നമ്മളൊന്നും കരുതിയില്ല, പ്രതീക്ഷിച്ചിരിക്കും. അപ്പൊ ആ ചേച്ചിനെ കരുതിയില്ല, പ്രതീക്ഷിച്ചില്ല. ഞങ്ങളത് ചിന്തിച്ചും കൂടിയില്ല. അതിനെ നടത്തി വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് പോയി. അപ്പൊ അവരും കൂടി പരാതി പറഞ്ഞു. ഞാനും 3 പ്രാവശ്യം. ഇയാൾ വന്നത് തൊട്ട് ഞങ്ങൾക്ക് പരാതിയാണല്ലോ. പിന്നെ എന്ത് പ്രതീക്ഷയില്ല, ഒന്നും നിങ്ങൾ അറിയിക്കാതെ അവന് വിടുകയില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ. ഇപ്പൊ വന്ന് ഈ 2ഉം ചെയ്തില്ല. അത് ഒരു കുടുംബത്തിലെ ഈ മാതിരി ചെയ്ത ആ മക്കൾക്കൊന്നുമില്ലാതെ ആയില്ലേ. ആ മക്കൾക്ക് ഒരു ന്യായനീതി കിട്ടണം. അവന് വിടാൻ പാടില്ല. ഇല്ല, അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതുമക്കളുടെ അടുത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ കൊന്നുകൊണ്ടുപോയി കത്തിക്കാം. അവർക്ക് പാതുകാക്ക് കൊടുക്കും, ചോറ് കൊടുക്കും, കഞ്ഞി കൊടുക്കും, അവൻ പോറ്റും പലർത്തും. അതൊക്കെ റെഡിയാ. പിന്നെയും വിട്ടാ ഇതല്ലേ. അനുമോദ്, CBI അനുമോദ് തൊടുന്നത്. അനുമോദ്, ഇനി പോലീസിന് മുന്നിൽ നിരവധി ലക്ഷ്യങ്ങളുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരായി കസ്റ്റഡിയിൽ വാങ്ങണം, കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടതുണ്ട്.
ഒപ്പം ഇയാളുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇയാൾക്ക് പരമാവധി ശിക്ഷ അത് വാങ്ങിക്കൊടുക്കുകയും വേണം. കാരണം ഇങ്ങനെ ഒരാൾ ഇനി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുക എന്നുള്ളത് ഒട്ടും ആശാസ്യകരമല്ല. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ അന്വേഷണ വഴികൾ? ഈ ക്രൈംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വീണ്ടും പുനരാവിഷ്കരിക്കുമെന്ന് കേൾക്കുന്നു. മറ്റെന്തൊക്കെ വഴികളാണ് പോലീസ് തേടുന്നത്? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തും ഇനി പൂർത്തിയാക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി, അതായത് ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത്. അത് പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ആ വെട്ടുകത്തി അല്ലെങ്കിൽ കൊടുവാള് കൃത്യം നടന്ന സ്ഥലത്ത് തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെ കൃത്യമായിട്ട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇനിയുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ്. അതായത് ഈ കുറ്റകൃത്യം അതിന് പിന്നിൽ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു, ഇയാൾക്ക് ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഈ 2019 കൊലപാതകത്തിന് ശേഷവും ഇയാൾ ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു എന്ന കാര്യം അന്ന് മുതൽ ഇത്തരത്തിലൊരു ഒരു ആസൂത്രണം ഇയാൾക്കുണ്ടായിരുന്നു എന്ന കാര്യം തെളിയിക്കുകയാണ്. അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, അത് ആളുകളുമായിട്ടുള്ള ഇയാൾ ഈ കാര്യങ്ങൾ പങ്കുവെച്ചതാവട്ടെ, ശാസ്ത്രീയമായിട്ട് ഇത്തരങ്ങൾ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശേഖരിക്കലാവട്ടെ, അങ്ങനെ ശാസ്ത്രീയവും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള പോലീസിൻ്റെ ശ്രദ്ധ അതിൽ തന്നെയാണ്. ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസൂത്രണം എന്നതാണ് ഈ ഒരു കേസിനെ ഇത്രമാത്രം നിർണായകമാക്കുന്നത്. ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതെയാക്കുവാൻ തീരുമാനിച്ച് വർഷങ്ങളായിട്ട് അതിനുവേണ്ടി സമയം കാത്തിരിക്കുന്ന തരത്തിൽ പ്രതി ഒരുങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ സമൂഹത്തിൽ പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് എല്ലാവർക്കും ഭീഷണിയാവുന്നൊരവസ്ഥയാണ്. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളൊക്കെ ആവശ്യമാണ്. നമുക്കറിയാം, ആ ബോയൻ മേഖലയിൽ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ നേരത്തെ പോലീസിന് നൽകിയ അവരുടെ പരാതി, ഇപ്പോൾ ഈ കുറ്റകൃത്യം ഉണ്ടായതിനു ശേഷം അവർ നൽകുന്ന മൊഴികൾ, അവരുടെ ആശങ്കകൾ, ഇതൊക്കെ തന്നെ ഇയാൾക്ക് പരമാവധി ശിക്ഷ നേടിക്കൊടുക്കുവാൻ ആവശ്യമായ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിനൊപ്പം ഒരു പഴുതുകളില്ലാത്തൊരു കുറ്റപത്രം തയ്യാറാക്കുക എന്ന വലിയ ഒരു വെല്ലുവിളിയാണ് ഇയാൾക്ക് മുമ്പിലുള്ളത്. അവിടെയാണ് ഇയാളുടെ മൊഴി മാറ്റിപ്പറച്ചിലും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ പോലീസിന് വെല്ലുവിളിയാകുന്നത്. ഈ തരത്തിൽ ഇയാൾ നൽകുന്ന മൊഴികൾ പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാതെ അത് 3-4 തവണ അന്വേഷിച്ച് അത് പരിശോധിച്ച് അത്തരത്തിൽ ഈ മൊഴി നൽകിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും പോലീസ് SP-യുടെ വാർത്താസമ്മേളനത്തിൽ അവസാനമായി അദ്ദേഹം പറഞ്ഞത് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമം നടത്തും എന്ന തരത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ ആ കുട്ടികളും അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ വ്യക്തി ഇനി പുറത്തിറങ്ങിയാലുണ്ടാകുന്ന ഭീതിയെക്കുറിച്ചും ഉണ്ടാകുന്ന ആശങ്കയെക്കുറിച്ചുമാണ് പങ്കുവച്ചത്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് പൊതുസമൂഹത്തിന്. പ്രത്യേകിച്ച് ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ജാമ്യത്തിലിറങ്ങി ആ കുറ്റകൃത്യത്തിന് ഇരയായ അല്ലെങ്കിൽ അന്ന് കൊന്ന ആളുടെ കുടുംബത്തിലെ 2 പേരെ കൂടി കൊന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പക ഒടുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അയാൾ കൊടുത്തു എന്ന് പറഞ്ഞ മൊഴി ഇനിയും 3 പേരെ കൂടി കൊല്ലുമെന്നാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം വ്യക്തമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ സമയം വരേക്കും. എന്തിനാണെങ്കിലും ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്നും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ അയാളുടെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തിവൈരാഗ്യവും പകയുമാണെന്നും അതിലേക്ക് നയിച്ചത് അയാളുടെ അന്ധവിശ്വാസവും അതുപോലെയുള്ള തോന്നലുകളുമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത് കോടതിക്ക് മുമ്പിൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇനി വേണ്ടത്. എന്നാൽ ഈ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്ന നടപടി സാധാരണഗതിയിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒന്നാണ്. ഈ ഘട്ടത്തിൽ അതിന് പോലീസ് അല്പസമയമെടുത്താണ് ഇതിലേക്ക് കടക്കുക എന്നാണ് അറിയുന്നത്. കാരണം ജനരോഷം ഒന്ന് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സാഹചര്യങ്ങൾ ഈ തെളിവുകൾ ശേഖരണം ഏകദേശം പൂർത്തിയാണ്. ഇനി ആവശ്യമായത് ഈ കുറ്റകൃത്യം എങ്ങനെ നടത്തിയെന്ന് പ്രതിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇന്ന് 4:30 കോടതിയിൽ ഹാജരാക്കുന്ന ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും വിടുക. ഇതിന് 3-4 ദിവസത്തിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് അല്പസമയം മുൻപ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കലും അതുപോലെ തന്നെ ഇയാൾ ഒളിവിൽ പോയ സ്ഥലത്തിലേക്ക് ഇയാളെ കൊണ്ടുപോയി തെളിവ് ശേഖരിക്കലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ ആ ഒരു മേഖലയിലെ ജനങ്ങൾക്കെല്ലാം ആശങ്കയായത് പോലീസിൻ്റെ ഒരു ലാഘവ സമീപനമാണെങ്കിൽ
ഒരിക്കലും തിരുത്താനാകാത്ത ഒരു തെറ്റും നികത്താനാകാത്ത നഷ്ടവുമാണ് ആ കുടുംബത്തിനും ആ നാടിനും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി അയാൾ പുറത്തിറങ്ങാത്ത രീതിയിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണെങ്കിൽ അത് അയാൾക്ക് നേടിക്കൊടുക്കുന്നതിലൂടെയാണ് പോലീസിന് ഇവിടെ കുറച്ചെങ്കിലും തെറ്റ് തിരുത്താൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാണ്. അതാണ് പോലീസ് ആ രീതിയിൽ തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരിയും പറഞ്ഞു. സജിതയുടെയും സുധാകരന്റെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് അവിടുത്തെ പശ്ചാത്തലം. ഐഷത്തുൽ ഷംന കൂടി ഇപ്പോൾ ഇയാളെ പ്രതിയെ ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ജയിലിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. ഇറക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതിലേക്കാണ് കോടതിയിൽ ഹാജരാക്കുക, കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസിന്റെ ഇനിയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെന്താമരയുമായി ഒരു ഇപ്പോൾ പുറത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിലേക്കാണോ അതോ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണ വഴികളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടോ എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതി ചെന്താമരയെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് നാട്ടുകാരുടെ വലിയ കൂക്കുവിളികളും പ്രതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് പ്രതിയുമായി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് തൊട്ടടുത്ത ഒരു കോമ്പൗണ്ടിലേക്ക്, സ്റ്റേഷന് തന്നെ തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അനുമോദം, എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പ്രതിയുമായി പോലീസ് എങ്ങോട്ടാണ്? എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, DYSP ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ ഇപ്പോൾ DYSP ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. DYSP ഓഫീസിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്കാണ് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് DYSP ഓഫീസ് ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ ഈ പ്രതിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ അത് കൃത്യമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു തരത്തിലും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷകൾക്ക് ലഭിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നടപടി ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ 4:30 കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ അല്പം നേരത്തെ ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്നാണെങ്കിൽ നമ്മൾ DYSP ഓഫീസിൻ്റെ മുൻപിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എന്നാണെങ്കിൽ എപ്പോൾ ഇയാളെ ഇനി പുറത്തിറക്കുമെന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇയാളെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ടിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത്. ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനും മറ്റ് തെളിവെടുപ്പുകളും ഒക്കെ ആയിട്ടായിരിക്കാം. ഇതിനിടെ ചെന്താമരയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ചെന്താമരയുടെ അമ്മയും സഹോദരന്റെ ഭാര്യയും ന്യൂസ് 18 പറഞ്ഞത്. ജാമ്യം കിട്ടാനായി തങ്ങൾ ഇടപെട്ടിട്ടില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്നും കുടുംബം വ്യക്തമാക്കി.